ഖുർആൻ ഓതാൻ പറ്റുമോ? ചർച്ചയാണ്. മുൻഗാമികൾ ഓതിയിട്ടുണ്ടോ? 2. ഓതിയാൽ ഫലം കിട്ടുമോ? 3 വിഷയമാണ് ഇവിടെ ചർച്ച ഉണ്ടാവാറ്. ജനാസന്റെ അരികിൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റും. സുന്നികൾ പറ്റൂല, നോൺ സുന്നികൾ പറ്റുന്നില്ല. എന്താ തെളിവ്? മയ്യിത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മയ്യിത്തിന്റെ പേരിലുള്ള ഓത്ത. അതെ, ആരാ പറഞ്ഞു? ബുഖാരി പറഞ്ഞു. ബാബു ഫാത്തിഹത്തി ഖിറാഅത്തി ഫാത്തിഹത്തിൽ കിതാബി അൽ ജനാസ, മയ്യിത്തിന്റെ പേരിൽ ഫാത്തിഹ ഓതുന്ന അധ്യായം എന്നാണ് അതിന്റെ ടൈറ്റിൽ തന്നെ. മുൻഗാമികൾ ഓതിയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തു, ഞാൻ മരണപ്പെട്ട എൻ്റെ തലയുടെയും കാലിൻ്റെയും ഭാഗത്ത് ഖുർആൻ ഓതണം. ജാനകിയുടെ ഒരു പശു ജീവൻ പോയാലും ഒരു മൗലവി ജീവൻ പോയാലും അവിടെ ഓത്തില്ല, ഇവിടെ ഓത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു അദാബല്ലേ അത്. കാരണം ഖുർആന്റെ പ്രത്യേകത എന്താ? വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതുന്നിടത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകുന്ന. മയ്യിത്തിന് വേണ്ടത് റഹ്മത്താണ്. ഇന്ന ലില്ലാഹി മിഅത റഹ്മ. അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. അതിൽ ഒന്നാണ് പ്രപഞ്ചോൽപത്തി മുതൽ ലോകാവസാനം വരെയുള്ള ഈ ദുന്യാവിലെ എല്ലാ വസ്തുക്കൾക്കും ഡിവൈഡ് ചെയ്യപ്പെട്ടതെങ്കിൽ 99 പരലോകത്തേക്ക് വേണ്ടിയിട്ടാണ്. മരണശേഷമാണ് അത് ആവശ്യം. ആ ആവശ്യമുള്ള റഹ്മത്ത് കിട്ടാൻ എന്താ മാർഗം? പലചരക്കുകടയിൽ പോയിട്ട് 250 ഗ്രാം റഹ്മത്ത് തരുമോ എന്ന് ചോദിച്ചാൽ കിട്ടൂല. പിന്നെ ആ റഹ്മത്ത് ലഭിക്കാനുള്ള മാർഗം വഇദാ ഖുരിഅൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും ഖുർആനിൽ. അതുകൊണ്ടാണ് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഷാഫി ഇമാമാരാണ് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് എന്ന് ചില ആളുകൾ പറയും. എന്നാൽ വഹിബ്ബു ലൗ ഖുരിആ, മയ്യിത്തിന്റെ പേരിൽ ഓതപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. വലൈസ ഫീ ദാലിക ദുആഉം മുഅഖദുൻ, ഇന്ന സമയത്തെ ഓതാവൂ എന്നുള്ളതൊന്നുമില്ല. എപ്പോഴും മയ്യിത്തിന് വേണ്ടി ഖുർആൻ ഓതാം എന്ന് ഇമാം ശാഫി അവിടുത്തെ ഉമ്മിൽ പറയുന്നു. ഇമാം ശാഫിഈ തങ്ങൾ വഫാത്തായപ്പോൾ ഖറഉ അലൈഹി ഖതമാത്, ശാഫി ഇമാമിന്റെ ഖബറിന്റെ അടുക്കൽ ഒരുപാട് ഖുർആൻ ഓതി എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ തവാലി തഅ്സീസ് ഫീ മആലി ഇദ്രീസ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ശാഫിഈ തങ്ങൾ ഖാല ശാഫിഈ വ അസ്ഹാബുഹു, ഇമാം ശാഫിഈയും അനുയായികളും പറഞ്ഞത് യുസ്തഹബ്ബു അൻ യുഖറഅൽ ഖുർആൻ വ ഇൻ ഖതമുൽ ഖുർആന കാന ഹസന, ഖുർആൻ ഖത്തം തീർക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്തേ? മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ ഓതുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്നാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇദാ ഹളർതുമുൽ മരീള, നിങ്ങൾ ഒരു രോഗിയുടെ അടുക്കൽ എത്തിയാൽ, അവിൽ മയ്യിത്ത, ഒരു മയ്യിത്തിന്റെ അടുക്കൽ എത്തിയാൽ, ഖൂലു ഖൈറാ, നല്ലത് പറയണേ. ഏതാണ് നല്ലത്? നബി തങ്ങൾ 2 കാര്യം പറഞ്ഞത്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഒന്ന് ഖുർആനാണ്. ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൈറാണെന്ന് നബി തങ്ങൾ പറയുന്നു, ഖുർആൻ ഖൈറാണെന്ന് നബി തങ്ങൾ പറയുന്നു. ആ നബി തങ്ങൾ ഖൈർ ഖുർആൻ മയ്യിത്തിന്റെ അടുക്കൽ ഓതണം, ചൊല്ലണം എന്ന് പറയുമ്പോൾ നമ്മളത് നിർവഹിക്കുന്നു. സുന്നിയായ അൽഹംദുലില്ലാഹ് അതാണ് നാട്ടം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായാലുള്ള നേട്ടം അതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2ാമത് ഉദാഹരണത്തിന് 2 പറഞ്ഞു എന്ന് മാത്രം. ഇനി നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ പോയാൽ ആ വഴിയിലൂടെ ഇബ്ലീസ് പോവുകയില്ല. ഖാല റസൂലുള്ളാഹി, മനുഷ്യന്റെ ഞരമ്പിലൂടെ പിശാച് പോകുമെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പോയ വഴിയിലൂടെ പോലും പിശാച് പോകൂല.
അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പോയി 20 റക്അത്ത് തറാവീഹ് കൂടെ ചില ആൾക്കാർക്ക് പോകാം, പേരക്കുട്ടിയേക്ക് മടി. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് നോക്കൂ നിങ്ങൾ. ഉദാഹരണത്തിന് റമളാനിൽ തറാവീഹ് നിസ്കാരം ഇപ്പം അതിൽ അയവ് വന്നിട്ടുണ്ട്. 20 നിസ്കരിച്ചാൽ ബിദ്അത്തൊന്നുമല്ല എന്നുള്ളിടത്തേക്ക് എത്തിയിട്ടുണ്ട്. മക്കത്തെ ഉമർ 20 ആക്കിയിട്ടുണ്ടെങ്കിൽ വെളിയങ്കോട് ഉമർ 8 ആക്കുന്നു എന്നാണ് പണ്ട് ഉമർ മൗലവി പറഞ്ഞത്. അന്നൊരുപാട് വാദങ്ങളും സംഭവങ്ങളും വന്നിരുന്നു. മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഇങ്ങനെ കയ്യെട്ടുക. പുലിയൂർ സമ്മേളനം നടന്നു ഇപ്പം അടുത്ത്. ഇമാമ് ശരിക്കും ബാക്കിയുള്ള ആൾക്കാർ നേരെ കൊങ്ങനെയൊക്കെ ഏറ്റുണ്ടായിരുന്നു മുജാഹിദിൻ്റെ സംഭവം. ഈ കൈ കെട്ടുക എന്നുള്ളത് 1942 ജൂലൈയിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ വന്നത്. MCC മൗലവി കൈ കെട്ടുക എന്നൊരു ബുക്ക് എഴുതി. അതിലിങ്ങനെ കെട്ടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മർഹൂം വണ്ടൂർ സദഖത്തുൽ ഓലിയർ കെട്ടിനൊരു കൊട്ട് പറഞ്ഞിട്ട് അതിന് മറുപടി എഴുതി. കൊട്ടിനൊരു ചൊട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും മറുപടി എഴുതി. ചെട്ടിനൊരു തട്ട് പറഞ്ഞിട്ട് വീണ്ടും ഇയാൾ മറുപടി എഴുതി. തട്ടിനൊരു മുട്ട്, മുട്ടിനൊരു ചവിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഖണ്ഡനങ്ങൾ നടന്നിരുന്നു. ഈ കൈകെട്ട് ഓരോന്നും മാറുക. അതുവരെയൊക്കെ വാദങ്ങൾ അങ്ങനെ. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരെ ജുമാ ഖുതുബാറിൻ്റെ പുസ്തകത്തിൽ ഈ കാര്യം അഥവാ ഖുതുബ പരിഭാഷ ഈ കാര്യം ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. അഥവാ ചെയ്യലാണ് ഉത്തമം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കേണ്ടതാണ്, അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. എന്താ ഇപ്പം തിരിഞ്ഞ് ചെയ്യൽ ഉത്തമം, ചെയ്യാതിരിക്കൽ ശരി. ഇങ്ങനെ ഓരോന്ന് വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ മാറിയ. ഇപ്പൊ നിങ്ങൾ നോക്ക്, 1952 അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ കാഫിറും മുബ്തദിഉമാണ് എന്നാണ് അൽ-മനാറിൽ എഴുതിയത്. 1999 അബൂബഹജ സലാഹി, സക്കരിയ സലാഹിയുടെ തൂലിക നാം അതായിരുന്നു. മൂപ്പര് പറഞ്ഞത് അള്ളാഹുവിന് 2 കൈയുണ്ട്, രണ്ടും വലതാണ്, ഇടത്തേതില്ല. കാരണം ഇടത്തെ കൈ ഉപയോഗിക്കേണ്ട ഘട്ട അള്ളാഹ്ക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് 2 കൈയുണ്ട്, ആ രണ്ടും വലത്തേത് മാത്രമാണ്. 2010 ജനുവരി മാസം അൽമനാറായപ്പോൾ അള്ളാഹുവിൻ്റെ ആ മോഷ്ടിക്കപ്പെട്ട ഇടത്തെ കൈ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ റബ്ബിനെ കുറിച്ചിട്ടുള്ള വിശ്വാസത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനമാകാതെ അങ്ങനെയൊക്കെ അങ്ങനെ വികലമായ ഒരുപാട് വാദങ്ങൾ ഞാൻ അതിലേക്ക് കിടക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാട് തറാവീഹ് 20 നിസ്കരിക്കലാണ്. അതാണ് പറഞ്ഞത്. ഭൂരിപക്ഷം സഹാബത്തും 20 നിസ്കരിച്ചത്. ഒരു ന്യൂനപക്ഷം മാത്രമാണ് 36 നിസ്കരിച്ചത്. അല്ലാതെ 20 കുറഞ്ഞ തറാവീഹ് സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. ആ ഉമർ റളിയല്ലാഹു അൻഹു ഉറുക്ക് അവിടുന്ന് എഴുതി കെട്ടിക്കൊടുത്തത് ഇമാം റാസി ഉദ്ധരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉറുക്ക് എഴുതി കെട്ടിക്കൊടുത്തിരുന്നു. KM മൗലവി പറഞ്ഞു ഉറുക്ക് 3 നിബന്ധനയോടെ ജായിസാകും എന്ന് വരും. കേരള മുജാഹിദീന്റെ പ്രസിഡന്റായ ഉമർ മൗലവി, വൈസ് പ്രസിഡന്റ് ആകുന്ന KM മൗലവി, ഒരാൾക്ക് ശിർക്ക് മറ്റൊരാൾക്ക് തൗഹീദ് ആ നിലക്കാണ്. ഏതായിരുന്നാലും ഉറുക്ക് കെട്ടുക എന്നത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ശരിയാണ്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത്, വലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അങ്ങനെ ഏത് സുന്നത്തുകൾ, ഇങ്ങനെ സഹാബത്തുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ കാണുമ്പോഴാണ് ഇവർ പലപ്പോഴും വിമർശിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, 3ാമത്തെ ഖലീഫ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചര്യ നോക്കൂ നിങ്ങൾ. നമ്മുടെ പള്ളി, ഈ പള്ളി മഹല്ലിന്റെ കീഴിൽ ഞാൻ കുറെ മുമ്പ് ഇവിടെ വയലിന് വന്നിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ പള്ളി തിരിച്ചു വെച്ചത് മക്കയിലേക്കാണ്. ആ മക്കയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് 2 വാങ്കിട്ട്
മദീനയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് 2 വാങ്കുണ്ട്. ബൈത്തുൽ മഖ്ദിസിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് 2 വാങ്കുണ്ട്. നമ്മുടെ ഈ പള്ളിയിലും ജുമുഅക്ക് 2 വാങ്കുണ്ട്. എന്നാൽ സലഫികളുടെ പള്ളിയിൽ ജുമുഅക്ക് 1 വാങ്കുള്ളൂ. നമ്മൾ ഇങ്ങനെ വാങ്കൊടുക്കുന്നത് എന്താ കാരണം? വസ്തിഹ്ബാബുഹു ഇൻദൽ ആജതി വഇല്ലാ ലകാനൽ ഇഖ്തിസാറു അലൽ ഇത്തിബാഇ അഫ്ളല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ജുമുഅക്ക് 2 വാങ്ക് കൊടുത്തത് ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ്. സഹീഹുൽ ബുഖാരിയിൽ ഫസബത്തൽ അംറു അലാ ദാലിക, ആ 2 വാങ്കിന്റെ വിഷയം ആണിട്ടുറപ്പിച്ചിട്ടുണ്ട്. വഹാബികള് അത് മറ്റേ സാധനം കൊടുന്ന് പുഴക്കിയിട്ടുണ്ട്. ബുഖാരിയിലുള്ളതാ ഫസബത്തൽ അംറു അലാ ദാലിക. എന്തേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച നിലപാടതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് കയ്യിലൊരു വടി പിടിച്ചിരുന്നു. നമ്മളെ സുന്നിപ്പള്ളിയിലും അത് കാണാം. ഖത്തീബിന്റെ കയ്യിൽ വടി ഉണ്ടാവും. ഖത്തീബ് ഉസ്താദ് പിരിഞ്ഞു പോയാലും പിരിച്ചുവിട്ടാലും വടിനെ പിരിച്ചുവിടലില്ല. അതാ പഴയ സംഭവം തന്നെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന ഖുതുബ വിശദീകരിക്കുന്നിടത്ത് ഒരു പശ്ചാത്തലത്തിൽ വിപ്ലവകാരികളായ ആളുകൾ അവിടുന്ന് ഖുതുബ ഓതിരുമ്പോൾ കുത്തിപ്പടിച്ചിരുന്ന വടി വാങ്ങി പൊട്ടിച്ചു എന്ന് കാണാം. ഏതായിരുന്നു അത്? അത് ഉമർ റളിയല്ലാഹു അൻഹു വകദ അബൂബക്കരീൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഒക്കെ പിടിച്ച വടിയാണ്. മിമ്പർ ഉണ്ടാക്കിയതിന്റെ ശേഷവും നബി തങ്ങൾ ഖുതുബ ഓതുമ്പോൾ വടി പിടിച്ചിരുന്നു എന്ന് സഹീഹ് മുസ്ലിമിൽ ഉണ്ട്. ആ സംസ്കാരമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണിച്ചത്. ആ സംസ്കാരമാണ് സുന്നികളെ പള്ളിയിലുള്ളത്. ആ സംസ്കാരമാണ് ഇന്നിവിടെ പരിഹസിക്കുന്നത് നോൺ സുന്നികൾ.